അറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 17-ാം അധ്യായമായിട്ടുള്ള ശ്രദ്ധാത്രയ വിഭാഗ യോഗം, അതിൽ 17-ാമത്തെ 16 അതായത് 14, 15, 16 ശാരീരികമായ തപസ്സിനെക്കുറിച്ചും വാങ്മയമായ തപസ്സിനെക്കുറിച്ചും മനോമയമായ തപസ്സിനെക്കുറിച്ചും പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ അപ്പോൾ തപസ് എന്നുള്ളത് നമ്മൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാക്കേണ്ടതുണ്ട്. തപസ്, യജ്ഞം, ഇതാണ് ഭഗവത്ഗീത. ഇതിനെല്ലാം നമുക്ക് കുറേയും കൂടെ വ്യക്തവും കൃത്യവുമായ ഒരു തലം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്നിട്ട് വീണ്ടും ഓരോ ഏടാകൂടങ്ങളാണ് എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക. അങ്ങനെ അതാണെന്ന് പറഞ്ഞു പരത്തുന്ന, അല്ലെങ്കിൽ അത്തരം അതിലൊക്കെ കൊണ്ടുപോയി കെട്ടിയിടുന്ന കുറേ വിഭാഗം ഇവിടെ ഉണ്ട്. അതൊന്നും അവരൊന്നും ഈ ശാസ്ത്രം പ്രമാണമായിട്ട് കരുതി നമ്മളോട് പറയുന്നതല്ല. ആരോ പറഞ്ഞതുപോലെ വായെ തോന്നി ഗോതയ്ക്ക് പാട്ട് എന്നുള്ള മട്ടിൽ പറയുന്നതാണ്. അതിനൊന്നും പ്രമാണമില്ല. അപ്പോൾ ഗീത സർവശാസ്ത്ര സംഗ്രഹഭൂതം എന്ന നിലയിൽ ഒരു പ്രാമാണിക ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രമാണം വേണമല്ലോ. ഭഗവാൻ തന്നെ പറയുന്നില്ലേ, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതോ. നിനക്ക് ചെയ്യാനും തള്ളേണ്ടതും കൊള്ളേണ്ടതും സ്വീകരിക്കാൻ ശാസ്ത്രം ഒരു പ്രമാണമായി ഇരിക്കട്ടെ. ആ ശാസ്ത്രത്തിന് അനുസൃതമായി അർജുന നീ കർമ്മം ചെയ്യാൻ തയ്യാറാകൂ. മുമ്പ് പറയപ്പെട്ടിട്ടുള്ള അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കും ഒരു പ്രമാണം ഉണ്ടായിരിക്കട്ടെ. ആ പ്രമാണം ഭഗവത്ഗീതയാണെങ്കിൽ കൂടുതൽ ഉത്തമം. എന്തുകൊണ്ടെന്നാൽ സർവശാസ്ത്ര ധർമാർത്ഥ സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത എന്ന് പ്രസിദ്ധമായതുകൊണ്ട് തന്നെ. ആ ഗീതയാണ് തപസ്സിനെക്കുറിച്ചും യജ്ഞത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് 17-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആ 3 തപസ്സിനെയും ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്. ശാരീരികവും മാനസികവും വാചികവുമായ തപസ്സിനെ ഉപസംഹരിച്ച് പറയുകയാണ്. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർയുക്തൈഹി സാത്വികം പരിചക്ഷത്തെ. നമ്മൾ ആ ശ്ലോകം ആ ഒരു ഇതിലങ്ങോട്ട് ചൊല്ലുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞോട്ടെ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പതുക്കെ ഇങ്ങനെ പോവുകയാണ്. പലരും ആവശ്യപ്പെടുന്നുണ്ട്, വിശ്രമിക്കൂ, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ആവാമെന്ന്. പക്ഷെ എന്തോ അത് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമുക്കൊരു ഒരു നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഗീതാ വിചാരം വളരെ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രദ്ധയാ പരയാ തപ്തം തപഃ തത്രിവിധം നരൈഹി അപലകാംക്ഷിഭിർയുക്തൈഹി സാത്വികം പരിചക്ഷത്തെ. അപലകാംക്ഷിഭിയുക്തൈഹി നരൈഹി വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്താണ് അപലകാംക്ഷിഭി? ഫലം യാതൊന്നും ഇച്ഛിക്കാത്ത. ഫലത്തിന് 2 തലങ്ങളാണ്, അനുകൂലം പ്രതികൂലം. അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ഈ ചിന്തയില്ലാതെ ഇത് ചെയ്താൽ എന്താവും എന്നുള്ള ആ ചിന്തയില്ല, കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെയാണ് അഫലകാംക്ഷിഭി, ഫലം ഇച്ഛിക്കാതെ. യുക്തൈഹി നരൈഹി. യുക്തൈഹി എന്ന് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് യോഗികൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ യോഗികളായിട്ടുള്ള നരൈഹി, നരന്മാരിൽ എന്ന് പറഞ്ഞാൽ ഇത് അപൂർവ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾ എന്നുള്ളതല്ല. ഈ പറയപ്പെട്ടിരിക്കുന്ന ഭഗവത്ഗീത നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഈ മൂല്യങ്ങളെല്ലാം തന്നെ ഏതൊരു മനുഷ്യനും സ്വായത്തമാക്കാവുന്നതാണ്.
അവൻ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. ഗീത വേർതിരിച്ചിട്ടില്ല. ഇവിടെയുള്ള ആ വാക്ക് തന്നെ നോക്കൂ. അബലകാംക്ഷിഭിഹി യുക്തൈഹി നരൈഹി. എന്താണ്? ഫലേച്ഛ ആഗ്രഹിക്കാത്തവരായിട്ടുള്ള യുക്തന്മാർ, യോഗികളായിട്ടുള്ള ആ മനുഷ്യരാൽ പരയാ ശ്രദ്ധയാ തപ്തം. പരയാ, എവിടെയൊക്കെ പരയാ എന്ന് കേൾക്കുന്നുവോ ദേശകാല പരിമിതിക്കപ്പുറത്തേക്കുള്ള, പരിമിതമാക്കപ്പെടാത്തത്, അതാണ്. അങ്ങനെയുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ തത് ആ ത്രിവിധം തപഹ, ആ 3 വിധത്തിലുള്ള തപസ്, ഏതാണ്? ശാരീരികവും വാചികവും മാനസികവുമായിട്ടുള്ള ഈ 3 തപസ്സുകളെ സാത്വികം പരിചക്ഷതേ, സാത്വിക തപസ്സായിട്ട് അറിയപ്പെട്ടാൽ. ഇത്രയും പറഞ്ഞ് ആ ഭാഗം ഭഗവാൻ അങ്ങോട്ടേക്ക് ഉപസംഹരിച്ചു. തുടർന്ന് 18ാമത്തെ ശ്ലോകം കൊണ്ട് അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള ആളുകളുടെ തപസ്സിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ തപസ് എന്ന ശബ്ദത്തിന് യജ്ഞം, യാഗം, ദാനം ഇത്യാദി ശബ്ദങ്ങളൊക്കെ കടന്നു വരും. ഇവിടെ തപശബ്ദം കൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്താ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? സത്കാരമാന പൂജാർത്ഥം തപോ ദംഭേന ചൈവയത് ക്രിയതേ തതിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സത്കാരമാന പൂജാർത്ഥം. സത്കാരം, മാനം, പൂജ, ഇതിനൊക്കെ വേണ്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണെങ്കിൽ ദമ്പേന ഏവ, ഈ ദമ്പം നടിച്ച് ഈ ഒരു രജോഗുണമായിട്ടുള്ള, അതായത് ദമ്പേന ഏവ ദമ്പേന ഏവച യത് തപക്രിയതേ. അങ്ങനെ ദമ്പത്തോടു കൂടിയൊക്കെ ഏതൊരു തപസ്സിനെ ചെയ്യുന്നുവോ അതിനെ രാജസം പ്രോക്തം, രജോ ഗുണപ്രധാനമായിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. അതെന്താണ്? തത്, അതാകട്ടെ, ഇഹ, ഇവിടെ, അധ്രുവം ചലം, അത് ശരിയായ ഫലസിദ്ധി, ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതല്ല. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒന്നാണെന്ന് പറയാം. ഈ സത്കാരമാന പൂജാർത്ഥം തപോ ദമ്പേന ചൈവ തത് യത്, ഇത് നമ്മുടെ ഇന്ന് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് പറയാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പേരാണ് പ്രാഞ്ചിയേട്ടൻ. നിങ്ങൾക്കറിയാം, ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ മുഴുവൻ പേരെന്താണെന്ന് അറിയില്ല. പ്രാഞ്ചിയേട്ടൻ തന്നെയാന്ന് തോന്നുന്നുണ്ട്. മമ്മൂട്ടിയാണ് അഭിനയിച്ചിട്ടുള്ളത്. രഞ്ജിത്തിൻ്റെ സിനിമയാണ്. തൃശ്ശൂർ സ്ലാങ്ങിൽ, തൃശ്ശൂർ പശ്ചാത്തലമാക്കി ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമയിലെ ഏറ്റവും നല്ല സിനിമകളിൽ നമുക്ക് അടയാളപ്പെടുത്തി വയ്ക്കാവുന്ന ഒരു സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ. അരിപ്രാഞ്ചി. ഇന്നസെൻറ്റും കൂട്ടത്തിലുണ്ട്, മൂപ്പരുടെ കയ്യാളായിട്ട്. അപ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? മൂപ്പർക്ക് വേണ്ടത്ര, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? ഒരാളെ കാണാൻ പോവുകയാണെന്ന് ഇരിക്കട്ടെ. ആളെ കാണാൻ പോകുമ്പോൾ ഒരഭിപ്രായം മറ്റൊരാളോട് പറയുകയാണ്, ആൾ എങ്ങനെയാണ്? ആളൊരു പ്രാഞ്ചിയേട്ടനാണ്, അതൊന്ന് സൂക്ഷിച്ചേക്കണം. അപ്പോൾ പിന്നെ നമുക്ക് സൗകര്യമായി, നമുക്ക് കീച്ചാം എന്നാ. അപ്പോൾ ഒരു ആൾ പ്രാഞ്ചിയേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെക്കുറിച്ചൊന്ന് പൊക്കി കൊടുക്കണം.
അപ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ ആരാ? പ്രാഞ്ചിയേട്ടൻ ആ സിനിമയിൽ കുറേ ഈ യജ്ഞവും ദാനവും യാഗവും ഒക്കെ നടത്തുന്നുണ്ട്. ഏത് യജ്ഞം ഏത് യാഗം എന്നൊക്കെ ചോദിച്ചാൽ ദാനധർമാദികൾ. അപ്പോൾ ആ സിനിമയിലെ ആ കഥാപാത്രം എന്താ? ചുരുക്കി പറഞ്ഞാൽ വേണ്ടത്ര വിദ്യാഭ്യാസം നേടാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്ത് അദ്ദേഹം അത്യപൂർവമായ നേട്ടം കൈവരിച്ചു. അപ്പോൾ ഈ കൈവരിച്ച നേട്ടങ്ങൾക്കനുസൃതമായിട്ട് തനിക്ക് സമൂഹത്തിൽ വേണ്ടത്ര പദവി ഇല്ല എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ട്. ആ ഒരു അപൂർണതാബോധം അങ്ങോരെ കൊണ്ട് ചെയ്തു കൂട്ടുന്ന ഓരോ കോപ്രാട്ടികളുണ്ട്. ഇതെല്ലാം ഈ അഹങ്കാരത്തിൽ ദമ്പിൽ നിന്നുണ്ടാകുന്നതാണ്. നിങ്ങൾക്കറിയാം അത് ഓരോന്നും. മൂപ്പര് പത്മശ്രീക്ക് ശ്രമിക്കുന്നത്, ആ കസേരയിൽ നിന്നൊക്കെ മറിഞ്ഞ് വീഴുന്നതേ. പിന്നെ ആരോ പത്മശ്രീ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, പത്മശ്രീയോ പത്മപ്രഭയോ അങ്ങനെ ആരോ വന്നപ്പോൾ അതിനെ ഒരു ചവിട്ട് കൊടുത്ത് മൂപ്പരെ പിന്നെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആ പ്രാഞ്ചിയേട്ടനെ നമുക്ക് ആൾ ശുദ്ധനൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ചില അപൂർണതാബോധം നമ്മളെ അലട്ടാൻ തുടങ്ങിയാൽ അതെനിക്ക് വേണം എന്നുള്ളത്, അപ്പോൾ അതെങ്ങനെയാണ് എനിക്കത് നേടുക? ഞാൻ അതിന് എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഈ പറഞ്ഞതുപോലെ സത്കാരമാന പൂജാർത്ഥം. അപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു പരിപാടി നടക്കുന്നു, ക്ഷേത്രത്തിലാണ്. പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ എന്തു പറയും? പ്രാഞ്ചിയേട്ടൻ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാം, നിങ്ങളുടെ ആരൊക്കെയാണോ നിങ്ങളുടെ പരിസരത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ളത് ആരാണ്. നമുക്കിങ്ങനെ കുറേ പ്രാഞ്ചിയേട്ടന്മാരെ അറിയാം. മരിച്ച വീട്ടിൽ അവർ മരിച്ചു കിടക്കുന്ന ആളാവാൻ വരെ തയ്യാറാവും. കാരണം ആ മരിച്ച ആളെയാണല്ലോ കൂടുതൽ പേര് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ വീട്ടിനടുത്ത് അമ്പലത്തിലൊരു പരിപാടി, സ്വാഭാവികമായിട്ട് വലിയൊരു ആർട്ടിസ്റ്റാണ് വരുന്നത്. അപ്പോൾ വൈകുന്നേരം കൃത്യം ദീപാരാധന കഴിഞ്ഞു. ഒരു 8 മണിക്കാണ് പ്രോഗ്രാം, കച്ചേരിയാണ്. യേശുദാസാണ് വരുന്നത്. സങ്കല്പിക്കാം, ദാസേട്ടൻ വരുന്നു, കൂടെ പ്രഭേച്ചിയുണ്ട്, മറ്റ് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ എന്തു പറയും? ദാസേട്ടനെ എനിക്കറിയാം, ഞാൻ അമേരിക്കയിൽ ഡാലസിൽ മൂപ്പരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. തള്ളും ഇവരോട്, ഇവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ദാസേട്ടനെയും പ്രഭേച്ചയും ഞാൻ ഹോസ്റ്റ് ചെയ്യാം. അവർ വരുന്ന നമ്മൾ റിസീവ് ചെയ്തോളാം. ഞാൻ എയർപോർട്ടിൽ വണ്ടി വിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. ആ കൃത്യം പരിപാടിക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞ് ദാസേട്ടന് താമസിക്കണം എന്നുണ്ടെങ്കിൽ താമസിക്കാം, അല്ലെങ്കിൽ എന്താ ദാസേട്ടൻ്റെ ഷെഡ്യൂൾ നോക്കിയിട്ട് അതുപോലെ. കമ്മിറ്റിക്കാർക്ക് പിന്നെ ഒന്നും പറയണ്ടല്ലോ, കമ്മിറ്റിക്കാർ ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ ബാക്കിയുള്ള ഈ തബലയടിക്കുന്നവരെയൊക്കെ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞ പോലെ മൂപ്പരുടെ ആഡംബര കാറൊക്കെ ആയിട്ട് മൂപ്പരവിടെ മുന്നിലുണ്ടാവും. വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഗേറ്റ് അടയ്ക്കും. ഒരു അമ്പല കമ്മിറ്റിക്കാരെ വരെ ഉള്ളിലേക്ക് വിടില്ല. വേണമെങ്കിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും മാത്രം. അവർ വന്ന് തൊഴുതു പോകും. പിന്നെ മൂപ്പരാണ് നേതാവ് അവിടെ. മൂപ്പര് പറയും, ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രഭേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് ദാസേട്ടൻ അവിടെ എയർപോർട്ടിലെത്തിയിട്ട് എന്തോ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ട് ചോദിക്കും, ഇത് ഏത് ബോറൻ്റെ വീട്ടിലാണോ നിങ്ങൾ എന്നെ കൊണ്ടുപോയത്? വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അല്ല ദാസേട്ടനെ ഡാലസിൽ വന്ന് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ദാസേട്ടനെ അറിയുന്ന ഒരാളും ഒരു സൗകര്യമുള്ള
സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതല്ലല്ലോ, സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. അപ്പോൾ ഇതാണ് പ്രാഞ്ചേട്ടന്മാർക്ക് എന്താണ്. അപ്പോൾ അവിടെയുള്ള ആ ആളുകൾ മുഴുവൻ താനാണ് ഇതിൻ്റെ എല്ലാം ചെയ്തത് എന്നുള്ള വിധത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് സത്കാരം, മാനം, പൂജ. നോക്കൂ, സത്കാരമാന പൂജാർത്ഥം. ഇത് ഗംഭീരല്ലേ ഗീത പറയുന്നത്. ഗീത കാലാതിവർത്തിയാണെന്ന് പറയുന്നത് ഇതുകൊണ്ട്. അങ്ങനെ എത്ര പ്രാഞ്ചിയേട്ടന്മാരെ നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇല്ലേ? ഇങ്ങനെ പല പ്രാഞ്ചിയേട്ടന്മാരുടെ വീട്ടിലും അതിഥിയായിട്ട് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടേ. ഒരുപാട് പ്രാഞ്ചിയേട്ടന്മാരെ നമ്മൾ സഹിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ നമ്മളോട് പറയും, ചിന്മയാൻ സ്വാമികളെ, ആൾക്കാരൊക്കെ അല്ലേ ഇപ്പം സ്വാമി ചിന്മയാനന്ദെന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ. ഞാനിപ്പോഴും സിൽക്ക് ബാലെന്ന ബാലാന്നാണ് ഞാൻ വിളിക്കുക. ആലോചിച്ച് നോക്കണേ, ഇയാൾക്കൊരു കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല, എന്നാലും പറയാണ്. പിന്നെ ബാലൻ്റെ ഒരു ഗുരു ഉണ്ടല്ലോ, ഹിമാലയത്തിലുള്ള ആൾ, മൂപ്പര് ആ ചിപ്പുകുട്ടി നായർ, ഒരു സ്വാമി തപോവനത്തിന് ഞാൻ പറയണത്. ഇങ്ങനെ ഒരാളെ നമ്മൾ പാലക്കാട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു നടക്കൊന്നും നീങ്ങൂല എന്ന് പറയാം. ചിലർക്ക് ഇങ്ങനെ ഓരോന്ന് പറയാന്ന് പറഞ്ഞാൽ അതൊരു എന്തോ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊരിക്കൽ പോലും മനസ്സിലാക്കുന്നില്ല ഇത് കേൾക്കുന്നവർക്ക്. പിന്നെ കേൾക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവർക്കൊന്നും അറിയാത്തവരാ. ഈ മിലിറ്ററിക്കാരാണ് സാധാരണ ഇങ്ങനെയൊക്കെ പറയാറ്, കൂടുതലും പറയാറ്. പാകിസ്ഥാൻ അവിടുന്ന് ബോംബ് എറിഞ്ഞു, അതിൻ്റെ ആ ക്ലിപ്പ് ഊരിയിട്ട് ഇങ്ങനെ എറിഞ്ഞു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണും, ജയൻ അവിടുന്ന് KP ഉമ്മർ ഊരി എറിഞ്ഞത് മൂപ്പര് ഇവിടുന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് എറിയും, എന്നിട്ട് അവിടെ പോയി പൊട്ടും. അപ്പം അങ്ങനത്തെ കഥകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രാഞ്ചിയേട്ടൻ ചെറുതു മുതൽ മഹാമേരു വരെ ഉള്ളതുണ്ട്. അവർ ചെയ്യുന്ന സത്കാരമാന പൂജ ഇതെല്ലാം തന്നെ എന്താണ്? ദമ്പേന ഏവ. ഈ പ്രാഞ്ചിയേട്ടൻ അമ്പലത്തിൽ വരുന്നതേ അതിനാ. ദാനം ചെയ്യുന്നതും എന്ത് പരിപാടി. അപ്പോൾ ഈ ക്ലബ്ബുകാർ ഇവർ ഈ നാട്ടിലുള്ളവരൊക്കെ ഇദ്ദേഹത്തിനെ ആശ്രയിക്കും അതിന്. ഇദ്ദേഹമാണെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ആൾക്ക് ഈ പ്രാഞ്ചിയേട്ടനെ സംബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂപ്പർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ധനം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ വന്നാലും ഈ പ്രശ്നമുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഏശാത്ത, വളരെ വിനയാന്വിതരായിട്ടുള്ള, ഇതിലൊന്നും വീഴാത്ത ഗംഭീരന്മാരായിട്ടുള്ള ആളുകളുമുണ്ട്. അവരെയും നമുക്കറിയാം, നമുക്കും അറിയാമല്ലോ, എത്രയോ പേരുണ്ട്. ഒരു നടക്കൊന്നും കുലുങ്ങൂല. അവരെ അങ്ങനെ ആ വഴിയിൽ വീഴ്ത്താനും പറ്റില്ല. നല്ല കാര്യമൊക്കെ ചെയ്യും, ചിലപ്പോൾ അതാരും അറിയാതെ തന്നെ ചെയ്യും. അപ്പോൾ സത്കാരമാന പൂജാർത്ഥം ദമ്പേന ഏവച, അതൊക്കെ തന്നെ ഈ ഡമ്പടിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അവർ ചെയ്യുന്ന തപഹ, ഈ പ്രാഞ്ചിയേട്ടന്മാരുടെ ഏത് തപസ്സുണ്ടോ എല്ലാം തപസ്സിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ രാജസം പ്രോക്തം, രജോഗുണികളുടെ രാജസം എന്ന് പറയുന്നത്. രാക്ഷസമാണ് രാജസം. രാജസം പ്രോക്തം തത് ഇഹ അധ്രുവം. അതെന്താണ്? ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ യോഗ്യമല്ലാത്തതാണ്, താത്കാലികമാണ്. ഈ പ്രാഞ്ചിയേട്ടന് തന്നെ മനസ്താപം ഉണ്ടാവും. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്രാൻസിസ് അസീസിയെ അതിൻ്റെ ഇടയിലൊരു ക്യാരക്ടറായി കൊണ്ടുവന്നിട്ട് ഈ പ്രാഞ്ചിയേട്ടനെ തിരുത്തുന്നുണ്ട് മുഴുവനായിട്ട്. അങ്ങനെ ഒരു സ്പിരിച്വൽ എലമെൻ്റ് അതിലുണ്ട്. അതുകൊണ്ട് ആ സിനിമ നല്ല സിനിമയാണ്. പക്ഷെ നമ്മുടെ ഈ പ്രാഞ്ചിയേട്ടന്മാരങ്ങനെ തിരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ള
അല്ലെങ്കിൽ നല്ല ബേസിക്കലി ഇവർ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഈ പലർക്കും അറിയുകയും ചെയ്യുക, അതാണ് ഈ മുതലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതും. അപ്പോൾ ഇവരുടെ പേരൊക്കെ വലുതായിട്ട് ഫോട്ടോ ഒക്കെ നോട്ടീസിൽ വലിയതാക്കി വെക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തെങ്കിലും പരിപാടിയാണ്, അപ്പോൾ ഗുരുദേവനേക്കാൾ വലിയ ഫോട്ടോ ആയിരിക്കും ഇവരുടെ ഫോട്ടോ, ഈ പ്രാഞ്ചേട്ടൻ്റെ ഫോട്ടോ. ഇനി അതല്ല, ഇനി ആരെയും പറയുക, ഏതെങ്കിലും ഭക്തർ പറയാം, അയ്യോ അങ്ങനെയല്ലല്ലോ, ഗുരുദേവനല്ലേ ഏറ്റവും വലുത്. അപ്പോൾ പ്രസിഡന്റ് ചോദിക്കും, ഗുരുദേവൻ നിനക്ക് കാശ് തരുമോ? എടാ, കാശ് തരുന്നത് നമ്മുടെ പ്രാഞ്ചേട്ടനാണ്, അപ്പോൾ പ്രാഞ്ചേട്ടനെ വലുതാക്ക്. ഗുരുദേവൻ്റെ ചെറുതായാലും ഗുരുദേവൻ ചോദിക്കൊന്നുമില്ല എൻ്റെ ഫോട്ടോ എന്താ ചെറുതായതെന്ന്. ഇത് ചെറുതായാൽ ചോദ്യമുണ്ട്, കാശ് കുറയും. അപ്പോൾ അതാ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് അത് ബന്ധപ്പെട്ടത് കാണാം. അപ്പം ഇത്തരം തപസ്സുകൾ, പ്രാഞ്ചേട്ടൻ തപസ് നമ്മുടെ സമൂഹത്തിലില്ലേ? ധാരാളം. അപ്പം നമ്മുടെ ഈ സത്കാരമാന പൂജകളൊക്കെ അത്തരത്തിലുള്ളതാണോ? തുടർന്ന് അപ്പം എന്താണ് രജോഗുണപ്രദമായിട്ടുള്ള ആ തപസ്സിനെ കുറിച്ച് പറയുന്നത് അതിൽ സ്വാർത്ഥതയുണ്ട് എന്ന് പറയാം. തന്നെക്കുറിച്ച് ആളുകൾക്ക് ഒരു മതിപ്പുണ്ടാവണം. ഞാനിതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്, എനിക്കിതൊക്കെ അഫോർഡബിളാണ്, ഇതൊന്നും ഞാൻ സിഗരറ്റ് വലിച്ച് കളയുന്ന കാശേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് പറയാം. ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ നിങ്ങളിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളല്ലാതെ ദാസേട്ടനെയൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഈ എയർ ഇന്ത്യയിലും അതിലും ഇതിലുമൊക്കെ കൊണ്ടുവരുമോ? മോശമല്ലേ അതൊക്കെ? നിങ്ങളിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കുവൈറ്റിലെ മൂപ്പരോട് പറഞ്ഞ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. നിങ്ങൾ നേരത്തെ പറയണ്ടേ? ഇതൊക്കെ കേട്ടിട്ട് കമ്മിറ്റിക്കാർ കണ്ണു തള്ളിപ്പോയി. അങ്ങനെയൊക്കെ തള്ളി മറച്ചിടുവരെ. അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം. നേരത്തെ കാലത്ത് എന്നോട് പറയണം, ഞാൻ തന്നെ കൊണ്ടുവരാം. പിന്നെ അടുത്ത പ്രാവശ്യത്തെ ഉത്സവത്തിന് മുമ്പ് നേരത്തെ മൂവും. അതുണ്ട്. ഇവർക്ക് തടി പിടിക്കുന്ന പരിപാടിക്കൊന്നും ഇവർ നിൽക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവരെപ്പോഴും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ചിലവാക്കിയിട്ട് പേര് ഇതാക്കി കളയാം. മറ്റേത് നാട്ടുകാർ മൊത്തം ഈ ആളുടെ വീട്ടിൽ യേശുദാസ് പോയി, അവിടുന്ന് ചായ കുടിച്ചു, അവിടെ കുറേ സമയം വിശ്രമിച്ചു, എന്നൊരു പരിപാടിക്ക് വന്നു, കഷ്ടകാലത്തിന് അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം പോയതാണെങ്കിൽ ഈ നാട്ടുകാർ ഈ യേശുദാസ് വന്നതിൻ്റെ പേരിൽ പിരിവെന്തെങ്കിലും കൊടുക്കുമെന്ന് വെച്ചാൽ കുറയും ചെയ്യും. അതൊക്കെ അദ്ദേഹം അവരൊക്കെ കൊടുക്കും, നമ്മളെന്ത് കൊടുക്കാനാണ്? അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 10 രൂപ കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആൾക്കാർ പറയാം, സ്വാമിക്ക് യൂസഫലിയൊക്കെ കൊടുക്കും. നാട്ടിൽ വലിയ വലിയ ആളുകാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് പറയും, നന്ന ആളുകളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇവർക്കൊന്നും കിട്ടുകയില്ല, പറഞ്ഞ പോലെ നമുക്ക് കിട്ടാത്തതുപോലെ. അപ്പോൾ ഈ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഈ തപസ്സിൽ മുഖ്യമായിട്ട് സ്വാർത്ഥതയാണ്. അത് മറ്റുള്ളവർ തന്നെ മാന്യനായിട്ട് കരുതണം. അങ്ങനെ എനിക്കും എന്തെങ്കിലും ഒരിത് കിട്ടിയാൽ അപ്പോൾ മൂപ്പരെ പ്രസിഡൻറ്റിനോട് പറയും, പിന്നെ ദാസേട്ടനെയും പ്രഭേച്ചിയും ഞാനും കൂടിയാണ് അങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ നിങ്ങൾ അവർക്ക് മാലയിടുകയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും കൂടെ ഒന്ന് ഇട്ടേക്കണേ, അല്ലെങ്കിൽ മോശമാണ്. അത് പിന്നെ സാറേ പറയണോ? അങ്ങനെ ഇങ്ങോരെ പൂജിക്കണം എന്ന് പറയാം, അങ്ങനത്തെ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് ഇരിക്കണം എന്ന് പറയാം. ദാസേട്ട കച്ചേരി തുടങ്ങുമ്പോൾ ഇങ്ങോര് കുറുക്കം വിളിക്കുകയും ചെയ്യും, അത് വേറെ കാര്യമാണ്. സംഗീതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചാൽ അതുമില്ല. ദാസേട്ടൻ ആ മുക്കാവല വാടിയില്ലല്ലോ എന്നും പറയും വേണമെങ്കിൽ. ആര്? ഈ പ്രാഞ്ചേട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണം. തുടർന്നിട്ടുള്ള എന്താണ് പറയുന്നത്?
മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്ഥാദനാർത്ഥം വാ തത് താമസം ഉദാഹൃതം. തമോ ഗുണപ്രധാനമായിട്ടുള്ള തപസ്സിനെ കുറിച്ച് പറയാം. മൂഢഗ്രാഹേന എന്ന് പറഞ്ഞാൽ മൂടത്തരം കൊണ്ട്, പൊട്ടത്തരം കൊണ്ട്. ഓഫ്, ചിലരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോഴേ അത്ഭുതമാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്താണോ തലയ്ക്കകത്തൊക്കെ ഉള്ളത്. ആത്മനഃ പീഡയ, തന്നെ പീഡിപ്പിക്കുക, അതുപോലെ തന്നെ പരസ്യ അന്യൻ്റെ ഉത്സാദനാർത്ഥം വാ, അന്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി പണിയെടുക്കുക. അങ്ങനെയുണ്ട്. മറ്റത് ഈ പ്രാഞ്ചിയേട്ടൻ്റെതിന് കുഴപ്പമില്ല, അന്യർക്ക് എന്തെങ്കിലും കിട്ടും, ഇയാൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സമൂഹത്തിന് പ്രാഞ്ചിയേട്ടൻ്റെ തപസ് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ സഹിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സമൂഹത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതല്ല. ഇവിടെ അതല്ല. പരസ്യ ഉത്സാധനാർത്ഥം വാ, അന്യൻ്റെ സമൂല നാശം, അതും ഉദ്ദേശിച്ചുകൊണ്ട് യത് തപഃ ക്രിയതേ, ഏതൊരു തപസ്സാണോ ചെയ്യുന്നത്. അപ്പം അതിന് എന്തൊക്കെയുണ്ട്? ആൾരൂപം. ആ ആൾരൂപത്തിൻ്റെ കൈ വെട്ടുക, കാല് വെട്ടുക, മറ്റേത്. അപ്പോൾ ഈ താൻ മനസ്സിൽ കാണുന്ന ശത്രുവിൻ്റെ അവൻ്റെ ശരീരത്തെ തളർത്തുക, അല്ലെങ്കിൽ അവിടെ തകിട് വെച്ച് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് വീട്ടിൽ രാവിലെ കഥ തുറന്ന് നോക്കുമ്പോൾ കോഴിത്തലയും മഞ്ഞളും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉമ്മർത്ത് കാണുക. കോഴിമുട്ടയിൽ എന്തെങ്കിലും കുറച്ച് നിങ്ങളുടെ തലയ്ക്കകത്ത് വെളിവുണ്ടെങ്കിൽ ആ കോഴിമുട്ട കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പൊട്ടിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഓംലേറ്റ് അടിക്കണം. എന്നിട്ട് ആ ഉമ്മർത്തിരുന്ന് ഇങ്ങനെ കഴിക്കണം. എന്നാൽ പിന്നെ ഈ വെച്ചവൻ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കോഴിമുട്ട കണ്ട് അതോടുകൂടി ബോധം കെട്ട് വീണു. പിന്നെ നമ്മൾ ഓടും വേറൊരു ജ്യോത്സ്യരുടെ അടുത്തേക്ക്. അതെന്നെ മതിയേ. ഈ അന്ധവിശ്വാസത്തിൽ പെട്ടാൽ പിന്നെ നമ്മളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എന്തൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് പറയും. നമ്മുടെ വീട്ടിൽ ചിലർ വെറുതെ ഒന്ന് വന്ന് ചായ കുടിച്ച് പോയാൽ മതി. എന്തെങ്കിലും വിശേഷം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അവനൊരു പരീക്ഷ പേപ്പർ പോയി മിസ്സായി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു അനിഷ്ടം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിപരീതങ്ങൾ അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആരുടെ ജീവിതത്തിൽ. അപ്പോൾ അത് പറഞ്ഞ സമയത്താണ് ഈ വിദ്വാൻ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് വന്നിട്ടിങ്ങനെ ഉമ്മർത്തിങ്ങനെ ഇരുന്ന്, എന്താ ചിലത് ശരിയല്ലല്ലോ. ആരാ ഈ വീട് ഉണ്ടാക്കിയത്? നിങ്ങൾ വാങ്ങിച്ചതാണോ ഉണ്ടാക്കിയതാണോ? വാങ്ങിച്ചതാണ്. അങ്ങനെ വരട്ടെ. എന്താ അവർ വിൽക്കാൻ കാരണം? അവർ വിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വേറൊരു സ്ഥലത്ത് വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി. അല്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞ് തുടങ്ങും ഇവർ. അപ്പോൾ ഈ ഇവിടുത്തെ ഇത് മുഖം തിരിഞ്ഞിരിക്കുന്നത് ശരിയല്ല, ഇത് അപ്പുറത്തേക്കാണ് തിരിയേണ്ടത്, ഇപ്പുറത്തേക്കാണ് തിരിയേണ്ടത്, ഇത് ഈശാനകോണ്, മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ് ഈശാനകോണ് പൊങ്ങിയിരിക്കുകയാണ്, അത് താഴ്ന്നിരിക്കണം, അത് ഇവിടെയാണ്, ഇതാ കന്നിമൂല എവിടെയാണ്, ഇവിടെ കന്നിമൂല. അയാൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ ആദ്യമാണ്. ഇങ്ങനെ ചില ആളുകളുണ്ട്. പഴയ ഒരു അരവിന്ദൻ്റെ ആരുടെ സിനിമയിൽ, കോലങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വിദ്വാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അടിച്ചു പോകും, ബൾബ് വരെ പൊട്ടിപ്പോവും. പല സിനിമയിലുണ്ട് അങ്ങനെ കഥാപാത്രങ്ങൾ. പക്ഷേ പഴയൊരു സിനിമയിൽ അത് വളരെ നന്നായി കാണിക്കുന്നു. ആ ആൾക്കാരൊക്കെ വംശനാശം വന്നിട്ടില്ല, ഇന്നും ഉണ്ട്. വാസ്തു എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ മുഖ്യമായിട്ടുള്ള വിദ്വാന്മാർ ഇങ്ങനത്തെ വരാം.
ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ദൃഷ്ടി ഗണപതി എന്ന് പറഞ്ഞ ഒരു ഗണപതിയെ, ഒരു പുതിയൊരു ഗണപതിയാണ് വെച്ചിട്ടുണ്ട്. എന്താ അവരതിൽ അർത്ഥമാക്കുന്നത്? വീട്ടിൽ വരുന്നവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ അസൂയാദി കാര്യങ്ങളൊക്കെ ഈ ഗണപതി പിടിച്ചെടുക്കുന്ന, ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ഉണ്ടാവില്ല. വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അസൂയയോട് നോക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഐശ്വര്യമൊക്കെ, അതാണല്ലോ ഈ കൃഷ്ണൻ്റെ കൃഷ്ണന് ഓടക്കുഴൽ മിക്ക വീടുകളിലും കൃഷ്ണൻ്റെ രൂപം വയ്ക്കും, അതിന് ഓടക്കുഴൽ വയ്ക്കില്ല. ഏതൊക്കെയോ ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓടക്കുഴൽ ഐശ്വര്യം മുഴുവൻ ഊതിപ്പോകുന്നതാണ്, ഊതിക്കളയും. ഓരോ വെളിവില്ലാത്ത ജ്യോത്സ്യൻ അടിച്ച് പൂക്കുറ്റിയായിരിക്കുമ്പം പറഞ്ഞതാണ്, അതൊന്ന് പ്രമാണമായി. ഈ പണിക്കന്മാരെ നിങ്ങൾ കാണുന്നത് നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഓരോ പണിക്കർ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ പണിക്കർ ഈ പണിക്കർ പണിയില്ലാത്ത മനുഷ്യന്മാരാണ്. അപ്പോൾ ഇതൊക്കെ ഈ അന്യനെ ദ്രോഹിക്കുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടിയെ. അതാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താണ്? തത് താമസം ഇതി ഉദാഹരണം. ഇതൊക്കെ തമോ ഗുണികളുടെ പരിപാടിയാണ്. നമ്മളതിനെ ഒഴിപ്പിക്കാൻ നടക്കുന്നതും നിങ്ങളിൽ അതുണ്ട് എന്ന് പറയുന്നതും അല്ല. അതിനെ പാത്രത്തിലാക്കി തകിടിലാക്കി അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടത് മാന്താൻ വിദ്വാന്മാർ, അയ്യോ എന്തൊക്കെ. കോഴിത്തലയും കോഴിമുട്ടയും വേറെ. ഇത് ഈ തകിട് ഇവൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മരണമായിരിക്കുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കരിങ്കോഴി, കരിമ്പൂച്ച അങ്ങനെയുള്ളതിലൊക്കെ ആണ് പണി കൊടുക്കുകയെന്ന്. അതെല്ലാം പണ്ട് നടന്നിട്ടുള്ളതാണോ? ഇപ്പോഴും പല ആളുകളും ഇതൊക്കെ വിശ്വസിച്ച് ഓരോരോ തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ. നമ്മൾ ഈ തൃശ്ശൂർ ചാത്തൻ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിന്നൊക്കെയുള്ള കാറുകളാണ് വരുന്നത്. അവിടെ ഓടിച്ചിട്ട് പിടിക്കാൻ ആളുകളുണ്ട്. ഈ ചാത്തൻ്റെ നോട്ടീസും ഒക്കെ ഉണ്ട്. ഒരു നോട്ടീസിൽ ഭയങ്കര കോമഡിയാണ്. ഒരു നോട്ടീസിൽ ഇങ്ങനെ എഴുതി, നോട്ടീസല്ല ഈ മാഗസീനിൽ പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു ചാത്തൻ്റെ പരസ്യമാണ്, തൃശ്ശൂരുള്ളത്. ബസ്സിറങ്ങി ആരോടും വഴി ചോദിക്കരുത്. നോക്കണേ, ആരോടും വഴി ചോദിക്കാതെ നേരെ 100 മീറ്റർ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇടതുഭാഗത്ത് ഇന്നതുണ്ട്, അവിടുന്ന് 5ാമത്തെ കെട്ടിടം. അപ്പോൾ വഴി ചോദിച്ചു കഴിഞ്ഞാലോ വേറെ ചാത്തന്മാരുടെ അടുത്തേക്ക് പോകും. അവിടെ ഒരുപാട് ചാത്തന്മാരുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ ചാത്തനുണ്ട്. ഒന്നും കേരളത്തിലെ ആളുകളല്ല അവിടെ പോകുന്നത്, വളരെ അപൂർവമാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഇവിടുന്നൊക്കെ ഉള്ളവരാണ് ഈ ചാത്തൻ സേവയ്ക്ക് വരുന്നത്. നമുക്ക് ബാക്കി നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.